ഞങ്ങളിന്ന് ശബരിമലയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ 16 സായിമാരാണ് ശബരിമലയ്ക്ക് പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പ മഠത്തിൽ നിന്നായിരുന്നു കെട്ടറവ്. ഗുരുസ്വാമി കെട്ടറവ് നേരത്തെ തുടങ്ങണമെന്ന് എല്ലാ സായിമാരോടും പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരും എത്തുമ്പോൾ തന്നെ വളരെ നേരം വൈകി. എത്തിയ ഉടനെ എല്ലാ സായിമാരും കെട്ട് നിറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ചെണ്ടക്കാരൊക്കെ വന്ന് മേളം കൊട്ടുന്നുണ്ടായിരുന്നു. അയ്യപ്പ മഠത്തിൻ്റെ മറ്റൊരു വശത്ത് നിന്ന് സായിമാർക്കും മറ്റു ആളുകൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ അന്ന് അയ്യപ്പ മഠത്തിലുണ്ടായിരുന്നു കെട്ടുനിറവിൽ പങ്കെടുക്കാൻ. കെട്ടുനിറയ്ക്കുന്ന ആളുകൾ, അവരുടെ കുടുംബക്കാർ, അയ്യപ്പ സേവ സംഘത്തിൻ്റെ ആളുകൾ, അതുപോലെ തന്നെ മഠത്തിനു ചുറ്റുള്ള ആളുകളെല്ലാവരും കെട്ടുനിറയിൽ പങ്കെടുത്തു. കുട്ടി അയ്യപ്പന്മാരും അതുപോലെ തന്നെ മാളികപ്പുറങ്ങളും കെട്ടുനിറ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒച്ചത്തിൽ ശരണം വിളിക്കുന്നുണ്ടായിരുന്നു. കെട്ടുനിറവ് അവസാനിക്കുമ്പോൾ ഏകദേശം ഒരു 9-9:30 മണിയായി കാണും. എല്ലാ സായിമാരും ഭക്ഷണം കഴിച്ചു. അതുപോലെ തന്നെ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുത്തു. പാതാരബിംബം നമസ്കരിച്ചു. ഗുരുസ്വാമിയിൽ നിന്ന് കെട്ട് ഏറ്റുവാങ്ങി മഠത്തിൻ്റെ പുറകുവശത്തേക്ക് വരിയായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സായിമാർ തൻ്റെ കെട്ട് ഗുരുസ്വാമിക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്, കെട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഗുരുസ്വാമി എല്ലാവരെയും അനുഗ്രഹിച്ചു കെട്ടുകൾ എടുത്തു കൊടുക്കുന്നുമുണ്ട്. ശബരിമലയ്ക്ക് യാത്രയാകുമ്പോൾ കെട്ട് തലയിൽ വെച്ച് അയ്യപ്പ മഠത്തിന് 3 തവണ പ്രദക്ഷിണം വെച്ച് അരിയും പൂവും സമർപ്പിച്ച് നാളികേരം ഉടച്ചിട്ട് വേണം മഠത്തിൽ നിന്ന് ഇറങ്ങാനെന്നുള്ളത് ഒരു ആചാരമാണ്. ഈ പ്രദക്ഷിണത്തിന് ഗുരുസ്വാമി നേതൃത്വം വഹിക്കുന്നുണ്ട്. പുറകിൽ മറ്റ് സായിമാർ ഒച്ചത്തിൽ ശരണം വിളിച്ച് ഗുരുസ്വാമിയുടെ പുറകെ പോകുന്നുമുണ്ട്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങളൊരു ടെമ്പോ ട്രാവലറാണ് ബുക്ക് ചെയ്തത്. വണ്ടി വന്നിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും കൂടി ആ വണ്ടി അലങ്കരിച്ച് മാലയും പൂവും ഫോട്ടോ എല്ലാം കെട്ടി റെഡിയാക്കുന്നുമുണ്ട്. എല്ലാവരും മഠത്തിൻ്റെ ഉള്ളിൽ നാളികേരം ഉടച്ച് വരിയായിട്ട് വാഹനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വാഹനം ഞങ്ങൾ കയറാൻ പാകത്തിന് മഠത്തിൻ്റെ അടുത്തായിട്ട് ഒതുക്കി വെച്ചിട്ടുമുണ്ട്. സ്വാമിമാരെല്ലാം മഠത്തിൻ്റെ ഉള്ളോട്ട് ചെന്ന് നാളികേരം ഉടച്ച് ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം വാഹനത്തിൻ്റെ അടുത്ത് പോയി നിൽക്കും. പിന്നീട് കെട്ടെല്ലാം ഗുരുസ്വാമി വാഹനത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒതുക്കി വെച്ച് വാഹനം പൂജിച്ച് ആണ് ശബരിമലയ്ക്ക് യാത്ര ആരംഭിക്കുന്നത്. ഈ ശബരിമല യാത്രയുടെ അടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സ്വാമി ശരണം അയ്യപ്പ ശരണം.